കട്ടെടുക്കാത്ത സ്വർണത്തിന് കള്ളിയാക്കിയ കാക്കിയിട്ട ചില മനുഷ്യന്മാരുടെ നെറികേടാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ ദളിത് യുവതി ബിന്ദു അനുഭവിച്ച കൊടും ക്രൂരത. കറുത്ത നിറമാണോ അതോ ദളിതെന്ന വംശമാണോ പോലീസുകാർക്ക് ബിന്ദുവിനോട് കാണിച്ച അവഹേളനയ്ക്ക് പിന്നിൽ എന്നതറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ബിന്ദു നേരിട്ട മാനസിക സമ്മർദ്ദത്തിൽ വീർപ്പുമുട്ടി മറുപടി എണ്ണി എണ്ണി പറയേണ്ടി വരും ഓരോ ഉദ്യോഗസ്ഥർക്കും. ഞാൻ നിരപരാധിയാണ് സാറേ എന്ന അലമുറയിട്ടിട്ടും കള്ളക്കേസിൽ കുടുക്കാൻ നോക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ കാണുന്നത്. വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെതിരെ മോഷണം ആരോപിച്ച് വീട്ടുടമയായ ഓമന നൽകിയ പരാതിയാണ് ഇത്. തന്റെ വീട്ടിലെ 2.5 പവൻ സ്വർണം കാണാനില്ലെന്ന് പേരൂർക്കട പോലീസിൽ പരാതി നൽകി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുമ്പോഴും ബിന്ദുവിന്റെ വീട്ടിൽ അറിയിക്കേണ്ട മാനദണ്ഡങ്ങൾ പോലും പോലീസ് പാലിച്ചില്ല. എടുക്കാത്ത സ്വർണത്തിന് മാനസികമായി പീഡിപ്പിച്ചു. കസ്റ്റഡിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ 20 മണിക്കൂർ ഉറക്കമില്ലാതെ സ്റ്റേഷനിൽ ഇരുത്തി. കഴിക്കാനോ കുടിക്കാനോ നൽകിയില്ല. കുടിവെള്ളം ശുചിമുറിയിൽ പോയി കുടിക്കടി എന്ന SI പ്രസാദിന്റെ മറുപടിയും കുടുംബത്തിലുള്ളവർക്ക് ഭീഷണി ഉയർത്തിയും അവഹേളനയുടെ നഗ്ന പരിശോധനയും എന്നിങ്ങനെ നീണ്ട കൊടും കുറ്റകൃത്യങ്ങളാണ് ചില നീചന്മാർ ചെയ്തത്. പരാതി നൽകിയവർ പിറ്റേ ദിവസം സ്വർണം വീട്ടിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന വിവരം പോലീസിനെ അറിയിച്ചിട്ടും ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്നും പുറത്തുവിടാതെയും സ്വർണം കിട്ടിയ വിവരം അറിയിക്കാതെയും സ്റ്റേഷനിൽ തന്നെ മണിക്കൂറുകളോളം ഇരുത്തി. ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പോയി പരിശോധിക്കുകയോ മറ്റോ ചെയ്യാതെ ബിന്ദു പ്രതിയെന്ന പോലീസ് നിഗമനത്തിലെത്തി. എന്തിനാണ് സാറേ ഈ ക്രൂരത? ഈ തരം താണ പ്രവൃത്തിയിൽ എന്ത് സുഖമാണ് കിട്ടുന്നത്? ഈ കൊടും ക്രൂരതയ്ക്ക് പേരൂർക്കട SI പ്രസാദിനെ നീതിവ്യവസ്ഥ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കഴിഞ്ഞ് ഉദ്യോഗസ്ഥൻ തിരികെ എത്തുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന ചില ഉപദേശം നൽകിയെന്നും വന്നേക്കാം. പക്ഷേ നിറത്തിലും ജാതിയിലും പിന്നാക്കം നിൽക്കുന്ന ബിന്ദുവിനെ പോലെ മറ്റാരെങ്കിലും സമാനമായ കേസിൽപ്പെട്ടാൽ ഇത് തന്നെ ആവർത്തിക്കില്ലെന്ന് എന്തുറപ്പാണുള്ളത്? പട്ടികജാതി കമ്മീഷനിലും DGPക്കും പരാതി നൽകി. കലങ്ങിയ കണ്ണോടെ സ്റ്റേഷൻ പടിവിട്ടിറങ്ങുമ്പോഴും ബിന്ദു ഉറച്ചു തീരുമാനിച്ചതാണ്, നീതിക്ക് മുൻപിൽ ഈ നീചന്മാരെ എറിഞ്ഞുകൊടുക്കും. SI പ്രസാദിൽ മാത്രം ഒതുങ്ങുന്നതല്ല ബിന്ദുവിന്റെ ഈ പോരാട്ടം. അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന, അച്ചടക്കം പാലിക്കാത്ത ഉദ്യോഗസ്ഥരുമുണ്ട് ഈ പട്ടികയിൽ. ബിന്ദു നേരിട്ട പീഡനത്തിന് സമാനമായ രീതിയിൽ അരുകുവൽക്കരിക്കപ്പെട്ട ചില മനുഷ്യരുടെ ജീവിതങ്ങളുമുണ്ട്.